CPI തലയാഴം നോർത്ത് സൗത്ത് ലോക്കൽ കമ്മിറ്റികളുടെ സംയുക്ത പൊതുസമ്മേളനം സംഘടിപ്പിച്ചു. സമ്മേളനത്തിന്റെ ഉദ്ഘാടനം CPI സംസ്ഥാന കൗൺസിൽ അംഗം KP സന്ദീപ് നിർവഹിച്ചു. CPI വൈക്കം തലയാഴം നോർത്ത് സൗത്ത് ലോക്കൽ കമ്മിറ്റികളുടെ സംയുക്ത പൊതുസമ്മേളനം ഉല്ലല പഞ്ചായത്ത് ജംഗ്ഷനിൽ വെച്ച് നടത്തി. AC ജോസഫിന്റെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനം CPI സംസ്ഥാന കൗൺസിൽ അംഗം KP സന്ദീപ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനും രാഷ്ട്രീയ കാര്യങ്ങളിലും കോർപ്പറേറ്റുകളോടുള്ള സമീപനത്തിലും ഒരേ നിലപാടാണെന്ന് KP സന്ദീപ് ഉദ്ഘാടന പ്രസംഗത്തിൽ ആരോപിച്ചു. 248 ഇന്ത്യക്കാരെ അനധികൃത കുടിയേറ്റക്കാരാണെന്ന് ആരോപിച്ച് മനുഷ്യാവകാശങ്ങൾ ലംഘിച്ച യുദ്ധവിമാനത്തിൽ ഇന്ത്യയിലെത്തിച്ചിട്ടും ഭരണകൂടം ഒന്നും പറഞ്ഞില്ല എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ലീനമ്മ ഉദയകുമാർ, TN രമേശൻ, MLA CK ആശ, K അജിത്, EN ദാസപ്പൻ, P സുഗതൻ, MD ബാബുരാജ്, PS പുഷ്കരൻ, D ബാബു, PR രജനി, TC പുഷ്പരാജൻ, KA കാസ്ട്രോ, മായ ഷാജി, PV സോനിഷ്, D രഞ്ജിത് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. രണ്ട് ലോക്കൽ കമ്മിറ്റികളും ടിവിപുരം പഞ്ചായത്തിലെ രണ്ട് ലോക്കൽ കമ്മിറ്റികളും കല്ലറയിലെ ലോക്കൽ കമ്മിറ്റിയും ഇതിനോടകം സമ്മേളനങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. നമ്മുടെ പഞ്ചായത്തിലെ രണ്ട് ലോക്കൽ കമ്മിറ്റികളിൽ നോർത്ത് ലോക്കൽ കമ്മിറ്റിയുടെ പ്രതിനിധി സമ്മേളനം ഇന്നലെ വളരെ വിജയകരമായി പൂർത്തീകരിച്ചു. നാളെ സൗത്ത് ലോക്കൽ കമ്മിറ്റിയുടെ പ്രതിനിധി സമ്മേളനം നടക്കാനിരിക്കുകയാണ്. നരേന്ദ്രമോദിയും ട്രംപും തമ്മിൽ ഉറ്റബന്ധമുണ്ട്. അതവരുടെ ഭ്രാന്തമായ രാഷ്ട്രീയ നിലപാടുകൾ മുതൽ കോർപ്പറേറ്റ് അനുകൂല നിലപാടുകൾ വരെ ഈ അടുപ്പത്തിന്റെ ഭാഗമാണ് എന്നുള്ള നല്ലൊരു വസ്തുതയാണ്. ഈ ട്രംപ് അമേരിക്കയിലും നരേന്ദ്രമോദി ഇന്ത്യയിലും ഭരണാധികാരിയായിരിക്കുന്ന സന്ദർഭത്തിലാണ് രണ്ട് അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ 17 മണിക്കൂർ യാത്ര ചെയ്ത് പഞ്ചാബിലെ അമൃത്സർ വിമാനത്താവളത്തിൽ വന്നിറങ്ങിയത്. ഭാരതീയർ എന്ന നിലയിൽ നമ്മുടെ എല്ലാ മനസ്സിനെ വല്ലാതെ നൊമ്പരപ്പെടുത്തിയ ഒരു കാഴ്ച ആ വിമാനത്തിൽ ഉണ്ടായി. എന്തായിരുന്നത്? വായിൽ പ്ലാസ്റ്റർ ഒട്ടിച്ച്, കാലുകൾ ചങ്ങലക്കിട്ട് ബന്ധിച്ച്, കൈകളിൽ വിലങ്ങു വെച്ച് 40 മണിക്കൂർ നേരത്തേക്ക് മലമൂത്ര വിസർജനം നടത്താൻ അനുമതി കൊടുക്കാതെ പൗരാവകാശങ്ങൾ മുഴുവൻ നിഷേധിച്ച് 248 ഇന്ത്യക്കാരെ അനധികൃത കുടിയേറ്റക്കാരായി കണക്കാക്കി കണ്ടെത്തി അമേരിക്ക നടതട്ടി ഇന്ത്യയിലേക്ക്. 17 മണിക്കൂറാണ് അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള ദൂരം. യാത്രാ വിമാനത്തിൽ, യുദ്ധവിമാനത്തിലാണ് കൊണ്ടുവന്ന് തള്ളിയത്. ഉല്ലല PS ശ്രീനിവാസൻ സ്മാരക മന്ദിരത്തിൽ നടന്ന പ്രതിനിധി സമ്മേളനം CPI ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് VB ബിനു ഉദ്ഘാടനം ചെയ്തു. KA കാസ്ട്രോ റിപ്പോർട്ട് അവതരണം നടത്തി. പൊതുസമ്മേളനത്തിന് മുന്നോടിയായി തലയാഴം നോർത്ത് സൗത്ത് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനം നടന്നു. ഉല്ലല ഓംകാരേശ്വരം ക്ഷേത്ര പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ 100 കണക്കിന് പ്രവർത്തകർ അണിനിരന്നു. ന്യൂസ് ബ്യൂറോ, വൈക്കം. നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരയേ അമൃതകലശഹസ്തായ സർവാമയ വിനാശനായ ത്രൈലോക്യനാഥായ മഹാവിഷ്ണവേ നമഃ.